الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാഹ്യം മനോഹരവും സൗന്ദര്യപൂരിതവുമാണെങ്കിലും ആന്തരികം ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലാണ് ഭൂരിഭാഗം ആളുകളും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. സ്ട്രെസ് എന്നത്, ആങ്സൈറ്റി എന്നത്, ഫ്രസ്ട്രേഷൻ എന്നത് ഇന്ന് എല്ലാവരും പരിചയിച്ച ഒരു പദമായി മാറിയിട്ടുണ്ട്. അതിന് പ്രായമില്ല, ജെൻഡറില്ല, ഇടവ്യത്യാസങ്ങളില്ല. 30 കോടിയിലധികം ജനങ്ങൾ വിഷാദരോഗികളാണെന്നാണ് കണക്കുകൾ അറിയിക്കുന്നത്. അതിലേറ്റവും അധികമുള്ളത് വിദ്യാസമ്പന്നരും യുവാക്കളുമാണ് എന്നുകൂടെ അറിയുമ്പോൾ എന്തായിരിക്കും ഇതിനുള്ള കാരണം? ജനിതകമായിട്ട് ചെറുപ്പത്തിലുണ്ടാകുന്ന വളർത്തുദോഷങ്ങളും ജീവിതത്തിലെ ദുഷിച്ച മോശപ്പെട്ട അനുഭവങ്ങളും ചെറുപ്പത്തിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുമൊക്കെ ഇതിനൊരു കാരണങ്ങളാണെങ്കിൽ പോലും ശാരീരികമായും മാനസികമായും ധാർമ്മികമായുമുള്ള നിരവധി പ്രശ്നങ്ങളാണ് മനുഷ്യരെ ഇത്തരം നിരാശയിലേക്ക്, ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്ന് പറയുമ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വാചകം ഇത്തരം വിഷയങ്ങളിലെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ വിഷാദം മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ട്. കൂട്ടക്കുരുതിക്ക് തയ്യാറായ ആളുകളെ, മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന് ആളുകളെ വെടിയുതിർത്ത് കൊന്നവർ, അവരെക്കുറിച്ച് പഠിച്ചപ്പോഴും മാധ്യമങ്ങൾ, നിയമപാലകർ വിവരം നൽകിയത് അവരുടെ മാനസിക നില ശരിയല്ല എന്നാണ്. മാറാരോഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും, അവന്റെ ഇത്തരത്തിലുള്ള വിഷാദം, സ്ട്രെസ് അവന്റെ ശരീരത്തെയും മനസ്സിനെയും വളരെ മോശമായ നിലക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വളരെ അപകടകരമായ കാഴ്ചകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രയാസം എന്നത് ഒരു വിശ്വാസിക്ക് മാത്രമായി മാറി നിൽക്കില്ല എന്നത് നാം തിരിച്ചറിയണം. നമ്മുടെ പ്രശ്നം നമുക്ക് വലുതാകാം, പക്ഷേ നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്. നമ്മേക്കാൾ വിശുദ്ധിയും നമ്മേക്കാൾ സൂക്ഷ്മതയും കാണിച്ചവർക്ക്,
നമ്മെക്കാളും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത തരത്തിൽ പരീക്ഷണത്തിന് വിധേയനാക്കപ്പെട്ടു. പ്രവാചകന് 2 സംരക്ഷണമായിരുന്നു, ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും. ഇവർ രണ്ടുപേരുടെയും മരണത്തിന്റെ വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയത് ആമുൽ ഹുസ്ൻ എന്നാണ്. തന്റെ പ്രബോധനം ജനങ്ങൾ സ്വീകരിക്കാതെ വന്നപ്പോൾ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, അദ്ദേഹത്തിന്റെ മാനസികമായ പ്രയാസം അദ്ദേഹത്തിന്റെ ശരീരത്തെ തന്നെ അപകടപ്പെടുത്തുമാറായിപ്പോയി എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നതും വദന്നൂൻ ഇദ്ദഹബ മുഗാദിബ, മഹാനായ പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് തൗഹീദ് പറഞ്ഞ് നരകത്തെക്കുറിച്ച് താക്കീത് നൽകിയിട്ട് അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ ആ ദുഃഖം അദ്ദേഹത്തിന് പിന്നീട് അവരോടുള്ള പകയായി മാറി, ദേഷ്യമായി മാറി, അദ്ദേഹം നാടുവിട്ടുപോയി എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നോവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കിയത് വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്ന വാചകങ്ങൾ കൊണ്ട് അങ്ങയുടെ ഹൃദയം ഞെരുങ്ങുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വാക്കുകൾ, അവരുടെ കുത്തുവാക്കുകൾ, അവരുടെ ആക്ഷേപങ്ങൾ, അവരുടെ തെറിവിളികൾ, അവരുടെ ആരോപണങ്ങൾ ഒട്ടും ബാധിക്കാതെയല്ല റസൂലുള്ളാഹി മുന്നോട്ട് പോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് അത് ഞെരുക്കമുണ്ടായിട്ടുണ്ട്, അവരുടെ നീക്കങ്ങൾ എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് മക്കൾ തന്നെ പറയുന്നത് വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ, മകൻ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ കണ്ണ് വെളുത്തുപോയി എന്നാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയി. മഹാനായ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുഃഖം, മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ നൽകുന്ന ആ ഘട്ടം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവത്തിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ മറിയമിന്റെ വാചകങ്ങളായിട്ട് അല്ലാഹു സൂറത്ത് മറിയമിലൂടെ പറഞ്ഞത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയ്യൻ മൻസിയ, ഈ ഒരു ഗർഭവും ഈ ഒരു പ്രസവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ പാടെ വിസ്മരിക്കപ്പെട്ട് മറിയം എന്ന പേര് തന്നെ ആർക്കും അറിയാത്തൊരവസ്ഥ, ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എന്ന നിലക്ക് അവർ ആലോചിച്ചു പോയി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 23, 24 വചനങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്. ഫനാദാഹ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് മറിയമിനെ ആശ്വസിപ്പിച്ചു, മറിയം നീ ദുഃഖിക്കരുത്, ദുഃഖിക്കേണ്ട ഒരു കാര്യമല്ല വരാനിരിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറിയമിന്റെ ഉള്ളിൽ ആശങ്കകളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ആശങ്കകളില്ല. കാരണം ഒരു മഹാപ്രവാചകനാണ് ഈ ഉദരത്തിൽ ജനിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. ത്രികാലജ്ഞാനിയായ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആശങ്കകളില്ലല്ലോ. പക്ഷേ മറിയം റളിയല്ലാഹു അൻഹ ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ വിസ്മരിക്കപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പോലും അവർ ചിന്തിച്ചു പോയി. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ ബോധ്യപ്പെടണം. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കൊക്കെ പ്രയാസങ്ങളുണ്ടായി, അവർക്ക് ആ പ്രയാസങ്ങൾ അവരെ ഒട്ടും ബാധിച്ചില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. അവരുടെ മനസ്സിനത് വേദനിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തെ അത് പ്രയാസമാക്കിയിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, ഇൻ യംസസ്കും കർഹുൻ ഫഖദ് മസ്സൽ ഖൗമ കർഹും മിസ്ലു, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ കേടുപാടുകളും യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കൂട്ടർക്കും മുമ്പ് ഇതുപോലത്തെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. യുദ്ധമാകുമ്പോൾ വിജയ പരാജയങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ മാത്രമല്ല, ലാഭങ്ങൾ മാത്രമല്ല, നഷ്ടങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും ആദികളും ആശങ്കകളും ഉണ്ടാകും. വളരെ സ്മൂത്തായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിനിടക്ക് ഇബാദത്തുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകുന്നതിനിടക്കാണ് വിചാരിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അയ്യോ അങ്ങനെ ഉണ്ടായി പോയല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല, അങ്ങനെ ഉണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലഖദ് ഖലഖൽ ഇൻസാന ഫീ കബദ്, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയ കോലത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ കരുത്തുള്ളതാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. ആ മാംസക്കട്ട നന്നായാൽ ശരീരം മൊത്തം നന്നാകും, അത് കേടായാൽ ശരീരം മൊത്തം കേടാകും. അത് മനസ്സാണ്. ആ മനസ്സിനെ നമ്മൾ ശരിക്ക് പറഞ്ഞു പഠിപ്പിക്കണം. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നന്മയും തിന്മയും ഖൈറും ശർറും സന്തോഷവും ദുഃഖവും ഗുണവും ദോഷവും ഇതിങ്ങനെ സമ്മിശ്രമായിട്ട് വരുന്നതാണെന്നും നമ്മുടെ മുൻഗാമികളൊക്കെ വിശ്വാസത്തിലും കർമ്മത്തിലും ഏറെ മുൻപന്തിയിൽ നടന്നവർക്ക് പോലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ അവരും ദുഃഖിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രയാസത്തെ നീക്കാൻ 8 പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഖുതുബയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് മാത്രമല്ല പ്രയാസങ്ങൾ, മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികൾക്കെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മനസ്സിനെ അത് പറഞ്ഞു ബോധിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശ്വാസം അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഗാബുനിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതിയല്ലാതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ, അവന്റെ ഇദിൻ പ്രകാരമല്ലാതെ
എന്നല്ലാതെ ജീവിതത്തിൽ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും വിശ്വാസി പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അൽഹംദുലില്ലാഹ്. സന്തോഷമുണ്ടായാലും അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, സന്തോഷമുണ്ടായാലും വിശ്വാസി പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെയാണ് നമ്മുടെ മുസീബത്തുകൾ ബാധിക്കുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹിനെ ഓർക്കാനാണ്. അതുകൊണ്ട് വിധിവിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാക്കുക എന്നതാണ്. ഞാനല്ല, മറിച്ച് സൃഷ്ടാവാണ്. എനിക്ക് ലഭിച്ചതിന്റെ പിന്നിൽ ഞാനല്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ പിന്നിൽ ഞാനല്ല, എല്ലാതും നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന തിരിച്ചറിവ് സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ഉണ്ടാകുമ്പോൾ സമാധാനത്തോടെ മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്ക് നിങ്ങൾ, എല്ലാ മുസീബത്തും അല്ലാഹുവിന്റെ അടുത്തുനിന്നാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ ഹൃദയത്തിന് നാം ശരിയായ ഒരു വഴി കാണിച്ചു കൊടുക്കും. ഈമാനുള്ളവൻ എന്ത് പ്രയാസം ബാധിച്ചാലും അവന്റെ ചിന്തകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാകും, ഒരു അച്ചടക്കമുണ്ടാകും, ഒരു ബൗണ്ടറി, ഒരു അതിർവരമ്പുണ്ടാകും. എന്തും ഏതും എങ്ങനെയും ആകാം പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. ഖുർആൻ പറയും, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ, ഈമാനുള്ള മനുഷ്യന് മുസീബത്ത് ബാധിക്കുമ്പോൾ അവന്റെ ഹൃദയത്തെ നാം ശരിക്കും വഴി കാണിക്കുന്നതാണ്. കാരണം ഈമാൻ എന്ന് പറഞ്ഞ വെളിച്ചമാണ്. ഈമാൻ എന്ന് പറഞ്ഞ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഒരാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ആ വെളിച്ചം അവന് ഖബറിൽ ലഭിക്കും, പരലോകത്ത് ലഭിക്കും. അവനെ ബാധിക്കുന്ന എന്ത് കാര്യവും അവൻ വേഗം പടച്ചോനെ ഏൽപ്പിക്കും. വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ വല്ലതും തീരുമാനിച്ചാൽ അല്ലാഹുവിനെ ഏൽപ്പിച്ചോ. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്, നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ മുഴുകിക്കോ, നീ അല്ലാഹുവിനോട് സഹായം തേടിക്കോ. എന്ത് വന്നാലും പടച്ചോന്റെ വിധിയാണെന്ന് നീ പറഞ്ഞോ എന്നാണ് വിശ്വാസിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പർവ്വത സമാനമായ പരീക്ഷണങ്ങൾ വന്നാലും, ശത്രുക്കൾ ആർത്തിരമ്പി വന്നാലും, ഖാലു ഹസ്ബുനല്ലാഹ്, അവർ പറയുന്ന വാക്ക് ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്നാണ്. അതിനപ്പുറത്തവരൊന്നും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ഒരു ഭീരുവായി മാറുകയോ ജീവിതം ഇനി അവസാനിപ്പിച്ചേക്കാമെന്ന് ആലോചിക്കുകയോ ഒന്നും ചെയ്യാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു റുബൂബിയത്തും ഉലൂഹിയത്തും അവന്റെ നാമഗുണ വിശേഷണങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ച ഒരാൾ ഒരിക്കലും പതറിപ്പോവില്ല. വമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ, ആരെങ്കിലും ഹുദയെ പിൻപറ്റിയാൽ അവൻ വഴിപിഴച്ചു പോവില്ല, അവൻ ദൗർഭാഗ്യം ബാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗനിർദ്ദേശം പാലിച്ച് വിശ്വാസമുള്ളവൻ മുന്നോട്ട് പോകും. ഇതില്ലാത്ത ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ഓർമ്മ വരില്ലെന്ന് മാത്രമല്ല, എന്ത് പ്രശ്നം ഉണ്ടായാലും നെഗറ്റീവായിട്ടുള്ള വഴികളാണ് അവന്റെ മുമ്പ് തുറക്കപ്പെടുക. ഈമാൻ ദുർബലമാകുമ്പോൾ മനസ്സിന്റെ മുന്നിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. ഹൃദയത്തിൽ പൂട്ടുവീഴും, അവർക്ക് നല്ല കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വിശ്വാസം രൂഢമൂലമാക്കുക. എല്ലാം പടച്ചറബിന്റെ ഒരു ഖദറും ഖദാഉമാണ് നടക്കുന്നത് എന്ന് ഉറപ്പിക്കുക. ആ പടച്ചറബിനറിയാം എന്റെ പ്രശ്നവും എനിക്ക് നേരിടാനിരിക്കുന്ന പ്രശ്നവും എന്റെ ഭാവിയും എന്റെ വർത്തമാനവും എല്ലാം അറിയുന്നത് പടച്ചറബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ബാധിക്കേണ്ടതില്ല, ഒട്ടും പേടിക്കേണ്ടതില്ല. അല്ലാഹു ഉണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഭൂതത്തെ ഓർത്ത് കഴിഞ്ഞതോർത്ത് വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഉഹദ് യുദ്ധത്തിന് പോകുമ്പോഴാണ് മുനാഫിക്കുകൾ മാറി നിന്നത്. ആ മുനാഫിക്കുകൾ പറഞ്ഞു, പിന്നെ ലൗ അതാഊനാ മാ ഖുതിലു, നിങ്ങൾ ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കൊല ചെയ്യപ്പെടുമായിരുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി പറയാൻ വേണ്ടി പറഞ്ഞു, നബിയെ അവരോട് നീ മറുപടി പറയുക, അവർ അവരുടെ വീടടച്ച് വീട്ടിനകത്ത് സുരക്ഷിതമായി കഴിഞ്ഞാലും ശരി, അല്ലാഹു മരണം വിധിച്ചാൽ അവർ മരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യുദ്ധത്തിന് പോയോണ്ടല്ലേ മരിച്ചത്, പോയില്ലെങ്കിൽ മരിക്കില്ലായിരുന്നല്ലോ. വണ്ടി അങ്ങനെ എടുത്തോണ്ടല്ലേ അപകടപ്പെട്ടത്, ഇല്ലെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നല്ലോ. ആ ഒരു ഏരിയ സെലക്ട് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ പോയില്ലെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഭാവിയെ കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പാപങ്ങളാണെങ്കിൽ പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നല്ലാതെ ഒരിക്കലും വിശ്വാസത്തിന് നിരക്കാത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഈമാൻ ശോഷിച്ചു പോവുകയല്ല, ഈമാൻ ശക്തിപ്പെടുകയാണ് വേണ്ടത്. സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ നാം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഹൃദയം തെറ്റിപ്പോകാതെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഹൃദയം തെറ്റിപ്പോകും. ഒരു തൂവലിനോടാണ് പ്രവാചകൻ ഉപമിച്ചത്. ഒരു മരത്തിൽ തൂക്കിയിട്ട തൂകൽ അത് കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് പോലെയാണ് മനുഷ്യന്റെ ഹൃദയം. അശദ്ദു ഇൻഖിലാബ, ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് തന്നെ പേര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എടുത്ത് ചാടി ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്, മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു പോകുന്നത്, പല വേണ്ടാവൃത്തികളും ചെയ്തു കൂട്ടുന്നതൊക്കെ ഇതിന്റെ പേരിന് ഹൃദയം താളം തെറ്റുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയം താളം തെറ്റാതെ ഉറപ്പിച്ചു നിർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, എന്ത് സംഭവിച്ചാലും ശരി എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്ത് പടച്ചോനെ എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൃദയത്തെ മലീമസമാക്കുന്ന
പാപങ്ങൾ നമ്മൾ വെടിയുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തും സഹിക്കാനുള്ള ഒരു കരുത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മെ ബാധിക്കുന്ന പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയും, ദുഃഖിതമാക്കും, ഹൃദയത്തെ രോഗാതുരമാക്കും, ഹൃദയത്തെ കറുപ്പിച്ചു കളയും, ഹൃദയത്തിൽ ഈമാനിന്റെ പ്രകാശം അത് കെടുത്തിക്കളയും. നിരാശയും ദുഃഖവും അതുപോലെ തന്നെ ഖേദവും ഭയവും നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമുക്ക് എന്നത് നമ്മുടെ മനസ്സിൽ ഒരു ഇടമില്ലാതെ വരും, നമുക്ക് ഒരു ഒരു വിലയില്ലാതെ വരും, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പില്ലാതെ വരും. അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ പടച്ച റബ്ബുണ്ട് എന്ന് പറയണമെങ്കിൽ പടച്ച റബ്ബും നമ്മളും തമ്മിൽ നല്ലൊരു ബന്ധമാവണ്ടേ. നമ്മൾ കാണുന്നത് മോശമാണെങ്കിൽ, നമ്മൾ കേൾക്കുന്നത് മോശമാണെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്നത് ഹറാമാണെങ്കിൽ, നമ്മൾ ധരിക്കുന്നതും നമ്മൾ കുടിക്കുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും ഹറാമാണെങ്കിൽ എങ്ങനെ നമ്മൾ പറയും എനിക്കെന്റെ റബ്ബുണ്ട് എന്ന്? അതുകൊണ്ട് മനസ്സിന്റെ കരുത്തിനെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ ഘടകം സുഹൃത്തുക്കളെ പാപങ്ങളാണ്. പാപങ്ങൾ ആരിലും സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് വിളിച്ചത് നിസ്കരിക്കുന്നവരെയല്ല, നോമ്പ് നോൽക്കുന്നവരെയല്ല. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിൽ ധാരാളമായി പാപങ്ങൾ ചെയ്തു കൂട്ടിയവരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇത്ര നല്ലൊരു റബ്ബ് നമുക്കല്ലാതെ വേറെ ആർക്കാണ് സുഹൃത്തുക്കളെ ഉള്ളത്? പ്രതിസന്ധിയിൽ വിളിച്ചു തേടാനും എത്ര പാപങ്ങൾ സംഭവിച്ചാലും അത് ഏറ്റുവാങ്ങി അത് പൊറുക്കൽ നൽകാനും അല്ലാഹുവല്ലാതെ ആരാണ് നമുക്കുള്ളത്? ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകണ്ട. ധാരാളമായി പാപം ചെയ്തു പോയവരെ, ഇന്നല്ലാഹ വാസിഉൽ മഗ്ഫിറ, അല്ലാഹു ധാരാളമായി മഗ്ഫിറത്ത് നൽകുന്നവനാണ്. അതുകൊണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കുടുസമാക്കും, കൂടുതൽ പ്രയാസമാക്കും. നമ്മൾ ഹക്കിലാണ്, നമ്മൾ സത്യത്തിലാണ്, നമ്മൾ നന്മയിലാണ്, നമ്മൾ ധർമ്മപാതയിലാണ്, പടച്ച റബ്ബിനെ വഞ്ചിച്ചിട്ടില്ലെന്ന് പറയാൻ, മാതാപിതാക്കളെ അവരുടെ ലക്ഷ്യത്തിനെതിരല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ, നമ്മൾ നമ്മളോട് തന്നെ അതിക്രമം കാണിക്കുന്നവരല്ലെന്ന് പറയാൻ, അന്യായമായിട്ടൊന്നും നമ്മുടെ കയ്യിലോ നമ്മുടെ ഫോണിലോ നമ്മുടെ ജീവിതത്തിലോ നാം കൊണ്ടു നടക്കുന്നില്ലെന്ന് പറയാൻ നമുക്ക് പറ്റിയാൽ ഏതൊരു പ്രയാസത്തെയും നമുക്ക് നേരിടാൻ കഴിയും. അതുകൊണ്ട് പ്രതിസന്ധികളല്ല പ്രതിസന്ധി, നാം ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഏറെയാണ്. ഒളിഞ്ഞും മറഞ്ഞും നമുക്ക് പലതും കൊണ്ടു നടക്കാൻ പറ്റിയ, രണ്ട് വ്യക്തിത്വം കൊണ്ടു നടക്കാൻ പറ്റിയ, എല്ലാറ്റിനും അവസരമുള്ള, ഒന്നും തെറ്റല്ലാതായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, അല്ലേ? ആർക്കും എന്തും പറയാം എന്ന സ്വതന്ത്രത്തിൽ ആളുകൾ പലതും പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്കെതിരെ കേസും കാര്യങ്ങളുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടത് ആർക്കും എന്തും പറയാമെന്ന് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതിനുമൊക്കെ ഒരു അറുതിയും അതിരും പരിധിയുമൊക്കെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഊരാക്കുടുക്കിൽ നിന്നും പെട്ടുപോകേണ്ട ഒരു അവസ്ഥ നമുക്കാർക്കുമില്ല. അത്രയും ഭദ്രമായ വേലിക്കെട്ട്, അലാ ഇന്ന ഹൗല ഹിമല്ലാഹി മഹരിമുഹാ, അല്ലാഹുവിന്റെ വലയം, അല്ല കെട്ടിയ വേലി എന്ന് പറയുന്നത് ഹറാമായ വേലികൾ, ഹറാമായ കാര്യങ്ങൾക്ക് നേരെ പടച്ചോനൊരു വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലിയെ തല്ലി തകർത്ത് അപ്പുറം ചാടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. പടച്ചോൻ പുറത്തിരട്ടെ. അതുകൊണ്ട് ഹൃദയം ശുദ്ധമാകട്ടെ, പാപങ്ങളിൽ നിന്ന് ഹൃദയം മുക്തമാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകട്ടെ, നമ്മുടെ മനസ്സിനെ നമുക്ക് സമാധാനത്തോടെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന കാര്യം നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്വാസ്ഥ്യം കെടുത്തുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ സ്ട്രെസ് ഫ്രീ ആയി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പ്രതിസന്ധികൾ നമ്മുടെ കൂടപ്പിറപ്പായിരിക്കും എന്ന തിരിച്ചറിവും, എല്ലാം നൽകുന്ന പടച്ച റബ്ബിൽ അചഞ്ചലമായി വിശ്വസിച്ച് അവനിൽ അഭയപ്പെടലാണ് നമുക്കുള്ള പരിഹാരമെന്ന ബോധവും, നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ അള്ളാഹുവിന്റെ ദീനിനോട് ചേർത്ത് ബലപ്പെടുത്തി കെട്ടിവെക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നും, ഹൃദയത്തെ മലീമസമാക്കുന്ന നമ്മുടെ മനസ്സിന്റെ കരുത്തിനെ നശിപ്പിച്ചു കളയുന്ന നമ്മുടെ കാര്യങ്ങൾ കുടുസമാകാനും തടസ്സപ്പെടാനും എല്ലാം കാരണമാകുന്ന പാപങ്ങളെ നമ്മൾ വെടിയണമെന്നുമുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. 5ാമത്തെ കാര്യം, ഹൃദയം മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൻ നാസ് കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. ആരാണ് മഖ്മൂമുൽ ഖൽബ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അത്തഖിയ്യുൻ നഖീല ഇസ്മ ഫീ വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ്. അസൂയയും പകയും വിദ്വേഷവുമില്ലാത്ത, യാതൊരു തരത്തിലും മറ്റൊരാളോടും ഒരു വെറുപ്പുമില്ലാത്ത, തഖിയ്യുൻ നഖിയായ, മുത്തഖിയായ, തെളിഞ്ഞ, നഖിയെന്ന കറകളഞ്ഞ ഹൃദയം, ഒരാളോടും കറയില്ലാത്ത, ഒരാളോടും പകയില്ലാത്ത, ഒരാളോടും അസൂയയില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത ആളുകളായി ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ സുഹൃത്തുക്കളെ സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, സന്തോഷമുണ്ടാകും. നിസ്കരിക്കുന്നു നമ്മൾ, നോമ്പ് നോൽക്കുന്നു നമ്മൾ, പല പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ രക്തബന്ധുക്കൾ പോലും പരസ്പരം മിണ്ടുന്നില്ല. ആദർശ ബന്ധുക്കൾ പോലും പരസ്പരം ഈർഷ്യതയിലാണ്. മുസ്ലിമീങ്ങൾ കജ്ജസദി വാഹിദ്,
ഒറ്റ ശരീരം പോലെയാകണം എന്ന് റസൂലുള്ള പറഞ്ഞ ആ മുഅ്മിനീങ്ങൾ പോലും ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പരലോകമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അവർ പറയുന്നു, ഇവർ പറയുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാം. പക്ഷെ അള്ളാഹു പരലോകത്ത് നമ്മളോട് ചോദിക്കുന്നത്, നമ്മളോട് പറയുന്നത്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഇത് നിന്റെ ഗ്രന്ഥമാണ്, ഇത് വായിച്ചു നോക്കൂ. നിന്നെ വിചാരണ ചെയ്യാൻ നിന്റെ കർമ്മരേഖയായ ഈ രേഖ മാത്രം മതി. ഒരാളും നമ്മുടെ ഭാരം വഹിക്കാൻ അവിടെ വരുന്നില്ല. അല്ലാ തസിറു വാസിറതൻ വിസ്റ ഉഖ്റ. ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അകൽച്ചയുണ്ടാകാതിരിക്കാൻ, പിണക്കമില്ലാതാക്കാൻ, ആരോടും അസൂയയും പകയും വിദ്വേഷവും ഇല്ലാത്ത തെളിഞ്ഞ ശുദ്ധമായ ഹൃദയമാക്കിത്തരാൻ പടച്ചറബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഈ ദുനിയാവിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് നാളെ ഈ ശരീരം ചലനമില്ലാതെ ഏതെങ്കിലും ഒരു ഓടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡിൽ അല്ലെങ്കിൽ ഓഫീസിലെ ആ കറങ്ങുന്ന കസേരയിൽ ചലനമില്ലാതെ ഇരിക്കുമ്പോൾ ആളുകൾ എടുത്തുകൊണ്ടുപോയി കത്രിക വെച്ച് നമ്മുടെ ഡ്രസ്സ് കീറിയെടുത്ത് നമ്മെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണിലേക്ക് ഇറക്കി വെക്കും സഹോദരന്മാരെ. അതുകൊണ്ട് എന്തിനാണ് മറ്റുള്ളവരോട് പക, എന്തിനാണ് മറ്റുള്ളവരോട് പിണക്കം? കാരണങ്ങളുണ്ടാകാം. പോയി സംസാരിച്ചാൽ എന്റെ ഈഗോ അത് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാകും. ഈഗോ സമ്മതിച്ചില്ലെങ്കിലും ലക്ഷ്യം സമ്മതിക്കും. ഈഗോ സമ്മതിക്കില്ലെങ്കിലും ബോധം സമ്മതിക്കും. എല്ലാ തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. രണ്ടുപേരുടെ കർമ്മങ്ങൾ തടയപ്പെടും. ബൈനഹു വബൈന അഖീഹി ശഹന. അവനും മറ്റൊരുത്തനുമിടയിൽ അകൽച്ചയും വിദ്വേഷവും പകയുമുണ്ട്. കർമ്മങ്ങൾ ആകാശം സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ദുരന്തമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹൃദയം ഇത്തരം രോഗങ്ങളിൽ നിന്ന്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, കിബിർ, അസൂയ, പക, വിദ്വേഷം, അത്തരം തുടങ്ങിയിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ നമുക്ക് ശുദ്ധമാക്കാൻ സാധിച്ചാൽ ഒരുപാട് നമുക്ക് സമാധാനമുണ്ടാകും. നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന വലിയൊരു മേഖലയാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുള്ള പല വിചാരങ്ങളും ആലോചനകളും ചിന്തകളും എന്നത്. അത് ക്ലിയറാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, താഴോട്ട് നോക്കുക. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ഒരു കുഞ്ഞു മരിച്ചവർ അങ്ങകലെ വയനാടിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ട് നശിച്ചുപോയ വീടിന്റെ മുന്നിൽ കൈ താടിക്കും കൊടുത്തിരിക്കുന്ന ആ പ്രവാസിയുടെ മുഖമാണ് നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലും മക്കളില്ലാത്തവരുടെ വ്യഥയാണ് നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടത്. താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർദി ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. നിനക്ക് പടച്ചറബ് വീതം വെച്ച് നൽകിയതെന്തോ അതിൽ നീ തൃപ്തിപ്പെട്ടു പോവുക. പലപ്പോഴും നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്, നമ്മുടെ ആർത്തിയാണ്, നമ്മുടെ അതിമോഹമാണ് പലപ്പോഴും നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഗിന ഗിനൽ ഖൽബ് ഇന്നൽ ഫഖർ ഫഖറുൽ ഖൽബ്. യഥാർത്ഥ ധന്യത എന്ന് പറയുന്നത് ഹൃദയം ധന്യമാണോ നീ ധനികനാണ്, ഹൃദയം ദരിദ്രമാണോ നീ ദരിദ്രനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതോടുകൂടെ തന്നെ ആള് ധനികനായി. എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്, പടച്ചറബ് എന്താ എനിക്ക് തരാത്തത്? റസൂൽ പറഞ്ഞില്ലേ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ ശിർബി വമുആഫൻ ഫീ ബദനി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഖീസത ലഹു ദുനിയ ബിഹദാഫിരിഹ. ദുനിയാവ് മുഴുവൻ കിട്ടിയവന് 3 പ്രത്യേകത. ഒന്ന്, അവൻ നിർഭയത്വത്തോടുകൂടെ നേരം പുറന്നു. ഇവിടെ ഒരു വെടിവെച്ചയില്ല, ഇവിടെ ഒരു യുദ്ധമില്ല, സമാധാനമുള്ള മണ്ണിൽ നമ്മൾ ജനിച്ചു, ജീവിച്ചു, ഉണർന്നെഴുന്നേറ്റു, അല്ലേ? അതുപോലെ തന്നെ ആരോഗ്യം, അത്യാവശ്യം ആഫിയത്തുള്ള ശരീരം, ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡ്, ആ എണീറ്റ് അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഫുഡ്. ഇത് 3 ഉണ്ടോ ദുനിയാവ് മുഴുവൻ കിട്ടിയ ധനികനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ പടച്ചറബ് നമുക്ക് വീതം വെച്ച് നൽകിയ കാര്യങ്ങൾ എന്തുണ്ടോ അതിൽ നമ്മൾ തൃപ്തിപ്പെടുമ്പോൾ തന്നെ ഒരുപാട് അസ്വസ്ഥതകൾ നീങ്ങും. 7ാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. യാക്കൂബ് നബി വിഷമമുണ്ടായി. അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. അദ്ദേഹം ഈ മക്കളെ തിരിച്ചു കൊലപ്പെടുത്താം എന്ന് ചിന്തിച്ചില്ല. എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം ചെയ്യാമെന്ന് ചിന്തിച്ചില്ല. അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി, ഇന്നമ അശ്കൂ ബസീ വഹസ്നി ഇലല്ലാഹ്. അള്ളാഹുവേ, എന്റെ വിഷമം, എന്റെ ദുഃഖം, എന്റെ പ്രയാസം ഞാനിതാ നിന്നിലേക്ക് ഉയർത്തുന്നു പടച്ചോനെ എന്നാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. എന്തെല്ലാം നീറുന്ന വ്യഥകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആശങ്കകളും ആദികളുമാണ് നമുക്കുള്ളത്. തീർക്കാനുള്ള നിരവധി സ്വപ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് ചിന്തകളുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്തതിലുള്ള ഫ്രസ്ട്രേഷനുകളുണ്ട്. എല്ലാം പടച്ചറബ് സുബ്ഹാനഹു ഏറ്റു പറയാം. പ്രവാചകന്മാർ എല്ലാ പ്രതിസന്ധിയിലും, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി, പാപങ്ങളുടെ പേരിൽ ആദൻ നബി, അല്ലെ, അങ്ങനെ തുടങ്ങി രോഗത്തിന്റെ പേരിൽ അയ്യൂബ് നബി, ഓരോ മക്കളില്ലാത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും, പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവർ അഭയമായി കണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാത്തതിന്റെ പേരിലാണെങ്കിലോ നമുക്ക് പലതും വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു, اللهم إني أعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. അല്ലാഹുവേ, പരീക്ഷണങ്ങളുടെ ആ കാഠിന്യത്തിൽ നിന്ന്, രോഗങ്ങളുടെ ഇറക്കം, മോശപ്പെട്ട മരണം, ശത്രുക്കളുടെ പെരുപ്പം, ഇതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ജഹദിൽ ബല, കഠിനമായ പരീക്ഷണങ്ങൾ, നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത കോലത്തിൽ പ്രതിസന്ധികൾ കൊണ്ട് പ്രതിസന്ധി, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇങ്ങനെയുള്ള അവസ്ഥ പടച്ചോനെ ഇല്ലാതാക്കി, മോശപ്പെട്ട അസുഖങ്ങളിൽ നിന്ന്, മോശപ്പെട്ട മരണത്തിൽ നിന്ന്
എനിക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളത് ശൈത്താന്റെ ഒരു അജണ്ടയാണ്. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ ലിയഹ്സുനല്ലദീന ആമനൂ. പിശാച് ഉദ്ദേശിക്കുന്നത് മുഅ്മിനീങ്ങളെ നിരാശപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും എന്താണ് കാരണമെന്നറിയാത്ത സങ്കടവും ദുഃഖവും വിഷമവും, നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ എന്തോ സങ്കടം, എന്താ കാരണം അറിയില്ല, ഉറങ്ങാൻ പോകുമ്പോൾ സങ്കടം, സ്വന്തം മക്കളെപ്പോലും കളിപ്പിക്കാൻ പറ്റാത്ത കോലത്തിൽ എന്തോ വല്ലാത്ത ഇരുട്ട്. അപ്പൊ എന്താ ചെയ്യാ? ദിക്ർ ചൊല്ലുക, ഇസ്തിആദത്ത് നടത്തുക, പിശാചിൽ നിന്ന് രക്ഷ തേടുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നിസ്കരിക്കുക. അരിഹനാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ ഒന്ന് ബാങ്ക് വിളിക്ക്, ഞാനൊന്ന് നിസ്കരിച്ച് സമാധാനമടയട്ടെ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ വേഗം നിസ്കരിക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയാം. എട്ടാമത്തെ അവസാനത്തെ കാര്യം, ഇത് ചിന്തിച്ചാൽ എല്ലാം തീർന്നു. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങളുടെ സ്വാസ്ഥ്യം കെടുത്തുന്നത്, നിങ്ങളുടെ ഉറക്കം നശിപ്പിക്കുന്നത്, നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത് ഈ ദുനിയാവിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ്. ഇതെല്ലാം ദുനിയാവാണ്. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സാഹിറുകളെ ഫിർഔൻ പേടിപ്പിച്ചല്ലോ. സാഹിറുകൾ എന്താ പറഞ്ഞത്? നീ വിധിച്ചോ, നിനക്ക് വിധിക്കാൻ പറ്റുന്നത് ഈ ദുനിയാവിലാണ്. നീ ഞങ്ങളെ കൊന്നോ, നീ ഞങ്ങളെ കുരിശിലേറ്റിക്കോ, ഞങ്ങളുടെ ശരീരത്തെ നീ ഛേദിച്ചു കളഞ്ഞോ, ഒരു പ്രശ്നമില്ല. നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ ദുനിയാവിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞതിന്റെ പിന്നിലെ ഉദ്ദേശം ഒരു പരലോകമുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ദുഃഖവും വിഷമങ്ങളും ഇല്ലായ്മയും വല്ലായ്മയും തീർക്കപ്പെടുന്ന ഒരു പരലോകം, ഒരു സ്വർഗ്ഗം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് അത് മറക്കാതിരിക്കുക. മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളോട് മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. സ്വർഗ്ഗം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. മരണത്തോടുകൂടെ മുഅ്മിനീങ്ങളുടെ ജീവിതം ആസ്വാദ്യകരമാവുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ മരണം നമുക്ക് ആശ്വാസമാകുമോ? വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുന്ന എല്ലാ ശർറിൽ നിന്നുമുള്ള ഒരു മോചനമാക്കി എന്റെ മരണത്തെ നീ മാറ്റണേ എന്ന് റസൂലിന്റെ പ്രാർത്ഥന. നമ്മുടെ എല്ലാ ശർറിൽ നിന്നും ഒരു മോചനമായി നമ്മുടെ മരണം നമുക്ക് മാറുമോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഈ ജീവിതം പടച്ചറബ് നമുക്ക് നൽകിയ വരദാനമാണ്. ഇതാർക്കെങ്കിലും വേണ്ടി പൊരിച്ചു കളയാനുള്ളതല്ല, ആരെങ്കിലുമൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിച്ചുകൂട്ടാനുള്ളതല്ല, ആരെങ്കിലുമൊക്കെ ആയിട്ട് കടമത്സരം നടത്തി നശിപ്പിക്കാനുള്ളതല്ല. ഇത് എന്റെയും നിങ്ങളുടെയും സ്വർഗ്ഗത്തിന് പടച്ചറബ് നൽകിയതാണ്. ആ സ്വർഗ്ഗത്തിന്റെ താക്കോല് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലുണ്ട്. ശിർക്ക് കലരാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്. അത് കിട്ടിയിട്ടും നരകത്തിൽ പോകേണ്ട ഒരവസ്ഥ എനിക്കുണ്ടാകരുത്, നമുക്കാർക്കും ഉണ്ടാകരുത്. നൈമിഷികതയിൽ നമ്മെ എല്ലാവരെയും പിശാച് കെട്ടിയിടും. അതിൽ സുഖമുണ്ടാകും ഇപ്പോൾ, ഭാവിയിൽ അത് ദുരന്തമാണ്, കണ്ണീരാണ്, അപകടമാണ്, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തെ മനസ്സിൽ ധ്യാനിച്ച് അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തി എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പടച്ചറബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയപ്പെട്ട് പ്രാർത്ഥിച്ച് ഇബാദത്തുകൾ ചെയ്ത് നല്ല നിലക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ വേണം പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ. ഇതൊരു നിർബന്ധ ബാധ്യത തീർക്കലാണ് ജുമുഅ. അതിലപ്പുറത്ത് ഇത് നമ്മുടെ ജീവിതമാണ്. ഓരോ വാക്കുകളും മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി കാതുകളിലേക്കല്ല ഹൃദയങ്ങളിലേക്കാണ് കൈമാറുന്നത്. ഹൃദയങ്ങൾ ഈ വാചകങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വല്ല മാറ്റവും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആവശ്യമാണെങ്കിൽ അവിടെ അനിവാര്യമായും മാറ്റാനുള്ള ഒരു സന്ദർഭവും സമയവുമാണ്. കണ്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ വീഡിയോ, മണ്ണിന്റെ മണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ച്. എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യവും, മണ്ണിന്റെ മണം എന്റെ മൂക്കിലടിക്കുന്നുണ്ട് പറഞ്ഞ മനുഷ്യൻ 2 ദിവസം കൊണ്ട് മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് മരണത്തെക്കുറിച്ച് പാട്ടുപാടിയിട്ട് അയാൾ ചോദിച്ചു കൂടെയുള്ള കൂട്ടുകാരോട്, പോണ്ടേ നമുക്ക്? ആ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു, നമ്മുടെ ഉമ്മമാർ മരിച്ചു, നമ്മുടെ ഉപ്പമാർ മരിച്ചു, അല്ലേ? നമ്മളിവിടെ ജീവിച്ചിരിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോൾ സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ വേണം. അവിടെയും കണ്ണീരും കരച്ചിലും പ്രയാസവും ബുദ്ധിമുട്ടുമാണെങ്കിൽ എന്തിനു ജീവിച്ചു എന്ന് നാം ചിന്തിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പടച്ച റബ്ബിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന എല്ലാ വിഷമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരലോകത്തിന് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവെക്കുന്ന സൽബുദ്ധിയുള്ള മനുഷ്യന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ എല്ലാ നിഅമത്തിനും ശുക്ർ കാണിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാ പരീക്ഷണത്തിനും ക്ഷമ അവലംബിക്കാൻ അള്ളാഹു മനക്കരുത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ അറിവിലും കഴിവിലും മക്കളിലും സമ്പത്തിലും ജോലിയിലും എല്ലാറ്റിലും അള്ളാഹു ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളതിൽ അള്ളാഹു നമുക്ക് തൃപ്തിയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ
രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗ്ഗവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നല്ലവരായി മരിക്കാനും നല്ല ഖബറിൽ കഴിയാനും സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. ഫലസ്തീനിലും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.